ഹലോ, ഞങ്ങൾ അകലാപ്പുഴ എത്തി. അപ്പം ഇതാണ് നമ്മുടെ ബോട്ട് വരുന്നേ ഉള്ളൂ. ഡ്രൈവർ വരുന്നേ ഉള്ളൂ. ബോട്ടെത്തി. അപ്പം നമ്മുടെ ഇനി നമ്മൾക്ക് എടുക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വേണം നമ്മുടെ യാത്ര തുടങ്ങാനായിട്ട്. അങ്ങനെ നമ്മുടെ ബോട്ട് കായലിൻ്റെ നടുക്കെത്തി. അപ്പോഴാണ് ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കുന്നത്. ഉടനെ തന്നെ സൈച്ചാച്ചൻ ടേബിളിലേക്ക് 2 പാത്രങ്ങളും എടുത്തു വെച്ചു. ഒന്നിൽ നെയ്ച്ചോറ്, മറ്റേതിൽ നല്ല ചിക്കൻ ഫ്രൈ. നമ്മളീ കാണുന്ന സൈച്ചാച്ചൻ വെറും സൈച്ചാച്ചനല്ല കേട്ടോ, അൽ സൈച്ചാച്ചനാണ്. പുള്ളി നല്ല കുക്കാണ്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റുമായിരുന്നു. പിന്നെ ഇവരൊക്കെ സ്ഥിരം കഴിക്കുന്നതാണ്, അതുകൊണ്ട് ഇവർക്ക് വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനാണെങ്കിൽ നല്ല വയറിറച്ച് തട്ടുകയും ചെയ്തു. ഫുഡടിയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ദേണ്ട നിൽക്കുന്നു ഈ ബോട്ടിൻ്റെ തുഞ്ചത്ത് 2 ഇണപ്രാവുകൾ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഡാഡിക്കും അമ്മയ്ക്കും ടൈറ്റാനിക്കിലെ ജാക്കും റോസും ആണെന്നൊരാഗ്രഹം. പിന്നെ പിള്ളേരെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളെങ്ങനെ സാധിച്ചു കൊടുക്കാതിരിക്കുന്നത്? അങ്ങനെ ഒരു യൂട്യൂബർ എന്ന നിലയിലുള്ള എൻ്റെ ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ഉപയോഗിച്ച് ഞാൻ എടുത്തു കൊടുത്തൊരു ഷോട്ടാണ് നിങ്ങളീ കാണുന്നത്. ജാക്കിനെ റോസിനെ മാത്രം ഫോക്കസ് ചെയ്യൂ ഗൈസ്. ഇതെല്ലാം കണ്ടപ്പോഴത്തേന് എൻ്റെ പൊണ്ടാട്ടിക്ക് ഒരു ആഗ്രഹം ജാക്ക് റോസും ആകണം. പിന്നെ ഞാൻ കയറി നിന്ന് കൊടുത്തു. പണിപാലി ഗായ്സ്, റൊമാൻസ് പോലെ പോലും പൊണ്ടാട്ടിക്ക് റീറ്റേക്ക് വേണം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ടൈറ്റാനിക്കിലെ ജാക്കിനെ മനസ്സ് ധ്യാനിച്ച് അങ്ങ് റൊമാൻസ് ഇട്ടു. ഫുൾ റൊമാൻസ്. അങ്ങനെ വാവച്ചു അടുത്ത സ്ട്രങ്കായി ചുമതലയേറ്റിട്ടുണ്ട്. ബോട്ട് എങ്ങോട്ടാ പോകണമെന്നൊന്നും അറിയത്തില്ല, അധികം നിർത്തിയിട്ടേക്കുവാണെന്ന് അറിയത്തില്ല. പക്ഷേ കറക്കുന്നൊക്കെ ഉണ്ട് സ്റ്റിയറിങ്ങെ പിടിച്ച്. എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെ സീരിയസ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. സൈച്ചാച്ചനെ കൂടെ തകർത്ത് പാടുന്നുണ്ട്. പിന്നെ നെയ്ച്ചോറ് കിട്ടിയതിൻ്റെ നന്ദി കാണിക്കാനായിട്ട് ഞാൻ ഫുൾ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ബാക്കി ഒട്ടുമിക്ക ആളുകളും നെയ്ച്ചോറൊക്കെ തിന്ന് പയ്യെ ചെരിഞ്ഞ മട്ടാണ്. എവിടെയൊക്കെയോ മൂലകളിൽ പോയി കിടന്നുറങ്ങുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഉണർന്നിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മമ്മി മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുവാണോ കാഴ്ച കാണുവാണോ മൊത്തത്തിലൊരു സംശയമുണ്ട്. സൈജാച്ചൻ്റെ പാട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ആൽബിൻ മൈക്ക് കയ്യിലേന്തി ഒമ്പം പാട്ടാണ് പാടുന്നത്. പിന്നെ ഈ ടീമിലുള്ള എല്ലാവരും തന്നെ പാടി കേട്ടോ, ഞാൻ ഒഴിച്ച്. എനിക്ക് പാടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ ഇവരെല്ലാം വേണ്ട എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ട് ഞാൻ പാടാത്തതാണ്. അല്ല, അങ്ങനെ പാട്ടും കവിതയും മാത്രം പോരല്ലോ, നല്ല ഡാൻസും വേണ്ടേ? അത് ഈ കായലിൻ്റെ നടുവിൽ വെച്ച്. അപ്പം നമുക്ക് നേരെ ഡാൻസ് ഫ്ലോറിലേക്ക് പോവാം. It's
Never break, always fight, never quit, do it right, play the game, win it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win it life, I never miss, that's fact, taking big swings, put your hand to the bat, put me in the ring, you'll go out in a bag, cause I sing what I mean and I bring it to the mad light, ain't got time to kill, I got time to feel, I took the red pill, I know life's short so I wanna live real, but how's it supposed to feel? How's it supposed to feel? How's it supposed to feel? They wanna say my name, but they holding back. They wanna say they hate, but they know it's cap. I ain't play no games, I just do that's fact. And I don't feel no shame, it's a mood you lack. I go crazy, nah, but I ain't lazy. Track after track, I work on the shit daily. Pass me the jack, right as fuel, got me hazy. About to unpack all these things I've been chasing. I've got visions in my head, like memories after death. To be a legend instead of something you can forget. I'm living up every breath, I'd rather lead than be led. I'll fill the seats as I spread with every word that I've said. പലപ്പോഴും ബോട്ടിംഗ് എന്ന് നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലായിട്ട് ആദ്യം വരുന്നത് വേമ്പനാട് കായലും നമ്മുടെ ആലപ്പുഴ കുട്ടനാടൊക്കെയാണ്. പക്ഷേ ഈ മലബാർ കോഴിക്കോട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഏകദേശം 3 മണിക്കൂറോളം വെള്ളത്തിൽ ചിലവഴിച്ചു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഫുഡൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് പോലും നമുക്ക് അതിൻ്റെ അകത്ത് ഒരു നഷ്ടമോ ഒരു തരത്തിലുള്ള ബോറിംഗ് ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് ബോർഡെന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു. നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ലൈവായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഈ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ അവർ വളരെ ഫ്രണ്ട്ലി ആയ ആൾക്കാരായിരുന്നു. നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് റൈഡ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സ്ഥലം കേട്ടോ, ആലപ്പുഴ. ഇത് നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്ഥലമാണ് ഫാമിലിയൊക്കെ ആയിട്ട് വരാനായിട്ട്. അങ്ങനെ നമ്മുടെ അകലാപ്പുഴ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ മനോഹരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവറല്ല അവരുടെ ഓപ്പറേറ്റേഴ്സിൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കാം. അപ്പം നിങ്ങൾക്കും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാവുന്നതാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പ് അരുണാചൽ പ്രദേശിലേക്കാട്ടോ. ഒത്തിരി വലിയ ട്രിപ്പൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും അരുണാചൽ പ്രദേശിൻ്റെ ഗ്രാമങ്ങളും അവിടുത്തെ അപ്പത്താനി ട്രൈബ്സും അവരുടെ വീടുകളൊക്കെയാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. അപ്പം ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.